ഓക്കെ, നമ്മളിവിടെ മൊഡ്യൂൾ 5ൻ്റെ എക്സ്പ്ലനേഷനാണ് നോക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് തീരെ ടൈമില്ലാത്തതുകൊണ്ട് ഞാൻ ഓടിച്ച് പറയാം കേട്ടോ. അപ്പോൾ മൊഡ്യൂൾ 5 എന്ന് പറയുമ്പോൾ ഇൻ്റർനെറ്റിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. സോ എന്താണ് ഇൻ്റർനെറ്റ്? ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത് ഒരു ഗ്ലോബൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റമാണ്. ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത് ഒരു ഗ്ലോബൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റമാണ്. ഗ്ലോബൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എന്ന് പറയുമ്പോൾ ലോകത്തിലുള്ള എല്ലാവരെയും കണക്ട് ചെയ്ത് അവരുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റും. നമ്മളിപ്പോൾ അടുത്തുള്ള ആൾക്കാരോട് സംസാരിക്കുന്നത് പോലെ ഇൻ്റർനെറ്റിലൂടെ ലോകത്തിൻ്റെ പല ഭാഗത്തുള്ള ആൾക്കാരോട് നമുക്ക് സംസാരിക്കാൻ പറ്റും. എന്താ, ഇൻഫർമേഷൻസ് എക്സ്ചേഞ്ച് ചെയ്യാനായിട്ട് അലോ ചെയ്യും. പിന്നെ മെസ്സേജസ് നമ്മൾ എങ്ങനെയാണ്, ചാറ്റ്, വാട്സപ്പ് ആയിക്കോട്ടെ, ഇൻസ്റ്റ ആയിക്കോട്ടെ, അങ്ങനെ പല ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡാറ്റാസ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇനി ഇവിടെ എന്താണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്നാണ് പറഞ്ഞേക്കുന്നത്. എന്താണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്? കുറേ നോഡ്സിന്, ഒരു സെറ്റ് ഓഫ് നോഡ്സ് അല്ലെങ്കിൽ കുറേ നോഡ്സിന്, ഒന്നിൽ കൂടുതൽ നോഡ്സിനെ കണക്ട് ചെയ്യുക, കമ്മ്യൂണിക്കേഷൻ ലിങ്ക് യൂസ് ചെയ്തിട്ട് കണക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തു പറയുന്നത്, നെറ്റ്വർക്ക് എന്ന് പറയുന്നത്, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്. ഈ നോഡ്സ് എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന കമ്പ്യൂട്ടേഴ്സിനെയാണ് നോഡ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഓരോ കമ്പ്യൂട്ടേഴ്സിനെയും പരസ്പരം കണക്ട് ചെയ്തിരിക്കുന്ന ഒരു വയർ, കേബിൾ ഉണ്ടാവും. ആ കേബിളിനെയാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ ലിങ്ക്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ പരസ്പരം നമ്മുടെ ഫോൺസ് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന റേഡിയോ സിഗ്നൽസ് യൂസ് ചെയ്തിട്ടാണ്. അതുപോലെ വയേഴ്സ് യൂസ് ചെയ്ത് കണക്ട് ചെയ്തതിനെ നമ്മൾ കമ്മ്യൂണിക്കേഷൻ ലിങ്ക്സ് എന്ന് പറയും. രണ്ട് കമ്പ്യൂട്ടേഴ്സ് ഇന്റർ കണക്റ്റഡ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഇൻഫർമേഷൻസ്, അതായത് ആ രണ്ട് കമ്പ്യൂട്ടറിനും തമ്മിൽ പരസ്പരം സംസാരിക്കാൻ, അതായത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇൻഫർമേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ പരിചയമുള്ള ആൾക്കാരോട് നല്ല രീതിക്ക് സംസാരിക്കും. ഒരു പരിചയമുള്ള ആളോട് പോയിട്ട് വളവള സംസാരിക്കാൻ നിൽക്കില്ലല്ലോ. അതുപോലെ തന്നെയാണ് ഇന്റർ കണക്റ്റഡ് ആയിക്കഴിഞ്ഞാൽ, രണ്ട് കമ്പ്യൂട്ടേഴ്സ് ഇന്റർ കണക്റ്റഡ് ആയിക്കഴിഞ്ഞാൽ അത് തമ്മിൽ ഇൻഫർമേഷൻസ് പാസ് ചെയ്യും. ഇനി ഇവിടെ ഓട്ടോണോമസ് എന്ന് പറഞ്ഞൊരു വേർഡ് യൂസ് ചെയ്യുന്നുണ്ട്. ഓട്ടോണോമസ് എന്ന് പറയുമ്പോൾ, അതായത് ഇപ്പം രണ്ട് കമ്പ്യൂട്ടേഴ്സ് ഇന്റർ കണക്റ്റഡ് ആണെന്ന് പറഞ്ഞു. അപ്പം ഇന്റർ കണക്റ്റഡ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഇൻഫർമേഷൻസ് പാസ് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. ഒരു കമ്പ്യൂട്ടറിന് മറ്റേ കമ്പ്യൂട്ടറിനെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റില്ല. അതുകൊണ്ടാണ് അതിനെ ഓട്ടോണോമസ് എന്ന് പറയുന്നത്. ഇനി അഡ്വാൻറ്റേജസ് ഓഫ് നെറ്റ്വർക്കിംഗ്. നെറ്റ്വർക്കിൻ്റെ അഡ്വാൻറ്റേജസ് ആണ് ഒന്ന്, റിസോഴ്സ് ഷെയറിങ്. അതായത് നമുക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഞാൻ അസൈൻമെൻറ്റ് തന്നു. ആ അസൈൻമെൻറ്റ് നിങ്ങൾ എവിടെ നിന്നാണ് നോക്കിയത്? ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടാണ് എടുത്തത്. സോ അവിടെ ആരോ ഒരാൾ റിസോഴ്സ് ഷെയർ ചെയ്തുകൊണ്ടാണ് നമുക്ക് ആ സാധനം ഗൂഗിളിൽ നിന്ന് കിട്ടിയത്. ഇനി റിലയബിലിറ്റി. ഈ അഡ്വാൻറ്റേജസ് ആണ് നെറ്റ്വർക്കിൻ്റെ. റിസോഴ്സ് ഷെയറിങ്, റിലയബിലിറ്റി, കോസ്റ്റ് റിഡക്ഷൻ, പൈസ എന്താ കുറവായിരിക്കും, പിന്നെ പെർഫോമൻസ് കൂടുതലായിരിക്കും, സ്പീഡ് കൂടുതലായിരിക്കും, കപ്പാസിറ്റി, സ്റ്റോറേജ് കപ്പാസിറ്റി കൂടുതലായിരിക്കും, കമ്മ്യൂണിക്കേഷൻ മീഡിയ ഉണ്ടാവും. ദെൻ വരുന്ന നെറ്റ്വർക്കിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ സെക്യൂരിറ്റി ഇഷ്യൂസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ചില ഫേക്കായിട്ടുള്ള സൈറ്റ്സോ അങ്ങനെ വല്ലതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ സിസ്റ്റം ഹാങ് ആവാനൊക്കെ ഉള്ള കാരണമുണ്ട്. പിന്നെ വൈറസ് പെട്ടെന്ന് അറ്റാക്ക് ചെയ്യും. പിന്നെ സ്റ്റാർട്ടിങ്ങിൽ സെറ്റപ്പ് എന്താ, എക്സ്പെൻസീവ്, കുറച്ച് ഇനിഷ്യലായിട്ട്, അതായത് ആദ്യമായിട്ട് ആ ഒരു നെറ്റ്വർക്ക് കണക്ഷൻ എടുക്കുമ്പോൾ കുറച്ച് ബൾക്ക് എമൗണ്ട് നമ്മൾ കൊടുക്കേണ്ടി വരും. പിന്നെ ഒരു മെയിൻ ഫയൽ സെർവറിനെയാണ് ഇത് ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടാവുക. മെയിനായിട്ട് ഒരു ഫയൽ സെർവറിനെ, അതെന്താണ്, ഒരു സെർവറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുകയായിരിക്കും. അതായത് ആ ഒരു സെർവറാണ് മെയിനായിട്ടുള്ളത്. ദെൻ അടുത്തതാണ് ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക്. നെറ്റ്വർക്ക് ടൈപ്സ് നമ്മളിവിടെ 3 എണ്ണമാണ് നോക്കുന്നത്. ലാന്, മാന്, വാന്. ലാൻ എന്ന് പറയുമ്പോൾ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്, മാൻ എന്ന് പറയുമ്പോൾ മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്, ദെൻ വാൻ എന്ന് പറയുമ്പോൾ വൈഡ് ഏരിയ നെറ്റ്വർക്ക്. ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ഏരിയന് റെസ്ട്രിക്ട് ചെയ്തിരിക്കുക, അതായത് ഒരു ബിൽഡിംഗ് അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ഒരു 2-3 ബിൽഡിങ്ങിലുള്ള കണക്ഷനെയാണ് നമ്മൾ ലാൻ, ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ദെൻ മാൻ, ഒരു സിറ്റിയുടെ ഉള്ളിലുള്ളതിനെയാണ് നമ്മൾ മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്സ് എന്ന് പറയുന്നത്. ദെൻ വൈഡ് ഏരിയ നെറ്റ്വർക്ക്, കൺട്രീസ് തമ്മിലും കോണ്ടിനെൻറ്റ്സ് തമ്മിലും കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് വൈഡ് ഏരിയ നെറ്റ്വർക്ക്. ഇനി ബേസിക്സ് ഓഫ് ഇന്റർനെറ്റ് ആർക്കിടെക്ചർ. ഇന്റർനെറ്റ് ആർക്കിടെക്ചർ എന്ന് പറയുമ്പോൾ ക്ലയൻറ്റ് സെർവർ നെറ്റ്വർക്ക് ആണ് ഇവിടെ നോക്കുന്നത്. ഇതാണ് ഒരു സെർവർ, അതായത് മെയിനായിട്ട് ഞാൻ പറഞ്ഞു ഒരു സെർവർ ഉണ്ടാവുന്നു. ഈ സെർവർ ഇൻ്റർനെറ്റുമായിട്ട് കണക്റ്റഡ് ആണ്. ഈ ഇൻ്റർനെറ്റിലൂടെ
എന്താണ് ലാപ്ടോപ്പ്, ഫോണ്, കമ്പ്യൂട്ടർ, ഏതൊരു ഡിവൈസ് ആയിക്കോട്ടെ നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മൾ എന്താ ക്ലയൻസ് ആണ്. സോ നമ്മൾ എന്തെങ്കിലും ഒരു സാധനം വേണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ സെർച്ച് ചെയ്ത് കൊടുത്താൽ ഇൻ്റർനെറ്റിൽ പോയി സെർച്ച് ചെയ്യും. ഈ ഇൻ്റർനെറ്റിൽ പോയി സെർച്ച് ചെയ്യുമ്പോൾ ഓൾറെഡി ഈ സെർവറിൽ സ്റ്റോർ ചെയ്ത സാധനമാണ് ഈ ഇൻ്റർനെറ്റിലൂടെ നമുക്കത് കിട്ടുന്നത്. അപ്പോൾ ഈ ക്ലയൻസ് അല്ലെങ്കിൽ യൂസറിനെ പറയുന്നതാണ് എൻഡ് യൂസേഴ്സ് അല്ലെങ്കിൽ ക്ലയൻസ് എന്നൊക്കെ പറയും. നമുക്കിതിലൂടെ എന്ത് വേണമെങ്കിലും ഷെയർ ചെയ്യാനോ ആക്സസ് ചെയ്യാനോ പറ്റും. വീഡിയോസ് ആയിക്കോട്ടെ, സോങ്സ് ആയിക്കോട്ടെ, എന്ത് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആക്സസ് ചെയ്യാൻ പറ്റും. ഈ സെർവറിനെ നമ്മൾ പറയുന്നതാണ് സെൻട്രൽ കൺട്രോളർ. സെർവറിനെ പറയുന്ന പേരാണ് സെൻട്രൽ കൺട്രോളർ. സെർവറാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. മെയിനായിട്ട് ഈ സെക്യൂരിറ്റി, നെറ്റ്വർക്ക് മാനേജ്മെൻറ്റ്, അതേപോലെ എല്ലാ റിസോഴ്സസ്, അവിടെ ഉണ്ടാകുന്ന ഓരോ കാര്യങ്ങളുണ്ടല്ലോ, സേവ് ചെയ്ത് സ്റ്റോർ ചെയ്ത് വെച്ച സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്നത് ആരാ? സെർവറാണ്. ക്ലയൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ജസ്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്ലയൻറ്റ് എന്നുള്ളത്. അതായത് ഇപ്പോൾ ഒരു ക്ലയൻറ്റ്, ഇപ്പം എനിക്ക് നെറ്റ്വർക്കിൽ ഒരു സാധനം സെർച്ച് ചെയ്യാണ്. ആ ഒരു സാധനം എനിക്ക് കിട്ടുന്നത് എങ്ങനെയാണ്? ഞാൻ ആ ഒരു സെർച്ച് ചെയ്യുമ്പോൾ ഒരു റിക്വസ്റ്റ് സെർവറിൽ പോകും. സെർവർ ആ റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്താൽ മാത്രമേ എനിക്കത് കിട്ടുള്ളൂ. സെർവർ ആ റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ എറർന്ന് കാണിക്കും. ഇനി ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ആണ് പറയുന്നത്. സെൻട്രലൈസ്ഡ് സിസ്റ്റം ഉള്ളതുകൊണ്ട് ഡാറ്റ ഈസി ആയിട്ട് ബാക്കപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ ഡാറ്റ പോയാലും നമുക്ക് റിട്രീവ് ചെയ്ത് എടുക്കാൻ പറ്റും. സെക്യൂരിറ്റി കൂടുതലാണ്, സ്പീഡ് കൂടുതലാണ്, പെർഫോമൻസും കൂടുതലാണ്. ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ എക്സ്പെൻസീവ് ആണ്. അതായത് ഒരു സെർവർ എന്ന് പറയുമ്പോൾ വലിയ ഒരു സെർവറിൽ പറയുമ്പോൾ ഇപ്പം നമ്മുടെ മൊബൈലിലുള്ളതിൻ്റെ 1000 ടൈംസ് അല്ലെങ്കിൽ 1,000,000 ടൈംസ് ആയിരിക്കും മെമ്മറി വേണ്ടി വരിക. സോ അതിനുള്ള എക്സ്പെൻസീവ് ഉണ്ട് സെർവറിന്. പിന്നെ ഒരു നെറ്റ്വർക്ക് ഈ ഒരു സെർവറിൻ്റെ ഇപ്പം എല്ലാ റിസോഴ്സസിനെയും മാനേജ് ചെയ്യുന്നു, എല്ലാം ചെയ്യുന്നു, സെർവർ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ആ സെർവറിന് ഒരു നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേറ്റർ ആവശ്യമുണ്ട്. ദെൻ OSI മോഡൽ. OSIൻ്റെ ഫുൾ ഫോം ആണ് ഓപ്പൺ സിസ്റ്റംസ് ഇൻ്റർ കണക്ഷൻ. ഇതൊരു കമ്മ്യൂണിക്കേഷൻ മോഡലാണ്. OSI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പൺ സിസ്റ്റം ഇൻ്റർ കണക്ഷൻ. അതൊരു കമ്മ്യൂണിക്കേഷൻ മോഡലാണ്. 7 ലെയേഴ്സ് ആണുള്ളത്. ഓരോ ലെയറിനും അതിൻ്റേതായ പ്രോട്ടോകോൾസ് ഉണ്ട്. ഈ പ്രോട്ടോകോൾസ് ആണ് ആ ലെയറിനെ പ്രോസസ്സ് ചെയ്യാൻ സഹായിക്കുന്നത്. അപ്പോൾ ഓരോ ലെയറും അതിൻ്റെ തൊട്ട് മുകളിലും തൊട്ട് താഴെയുള്ള ലെയേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. പക്ഷെ പരസ്പരം ഒന്നിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് അത് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ 7 ലെയേഴ്സ് ആണ് കാണിക്കുന്നത്. ആപ്ലിക്കേഷൻ ലെയർ, ഇതാണ് എന്ത് സിസ്റ്റമായിട്ട് കണക്ട് ചെയ്യുന്നത് ആപ്ലിക്കേഷൻ ലെയറും നമ്മളുമായിട്ട് കണക്റ്റ് ആവുന്നത് ഫിസിക്കൽ ലെയറുമാണ്. പിന്നെ ഇടയിൽ വരുന്നതാണ് ഡാറ്റ ലിങ്ക് ലെയർ, നെറ്റ്വർക്ക് ലെയർ, ട്രാൻസ്പോർട്ട് ലെയർ, സെഷൻ ലെയർ. ഇതിൽ ആപ്ലിക്കേഷൻ ലെയറാണ് എന്ത് ഞാൻ പറഞ്ഞു, സിസ്റ്റമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. പിന്നെ ഡീൽസ് വിത്ത് നെറ്റ്വർക്ക് റിലേറ്റഡ് ആപ്ലിക്കേഷൻസ്. നെറ്റ്വർക്ക് റിലേറ്റഡ് ആപ്ലിക്കേഷൻസ് ഒക്കെ ആരാ നോക്കുന്നത്? നെറ്റ്വർക്ക് റിലേറ്റഡ് ആപ്ലിക്കേഷൻസ് ഒക്കെ നോക്കുന്നത് ആരാ? ആപ്ലിക്കേഷൻ ലെയർ ആണ്. ഓക്കെ, ഇനി പ്രസൻറ്റേഷൻ ലെയർ. പ്രസൻറ്റേഷൻ ലെയർ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രസൻറ്റേഷൻ ലെയർ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഫോർമാറ്റിങ്ങിന് വേണ്ടിയിട്ടാണ്. പ്രസൻറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഫോർമാറ്റിങ്ങിന് വേണ്ടിയിട്ടാണ് ഉള്ളത്. അതായത് മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത് ട്രാൻസ്ലേഷനാണ് മെയിൻ ഫങ്ഷൻ. എന്താ? ട്രാൻസ്ലേഷനാണ് മെയിൻ ഫങ്ഷൻ. ദെൻ അടുത്തത് സെഷൻ ലെയർ. ഈ സെഷൻ ലെയർ എന്തിനാ? ഈ ഒരു സെഷൻ ലെയർ എന്തിനാ? അതായത് ഡാറ്റ സെൻഡിങ് ആൻഡ് റിസീവിങ് ആണ് മെയിനായിട്ട്. അതായത് ഡാറ്റ ട്രാൻസ്മിഷൻ. ഇതെന്താ? ഡാറ്റ ട്രാൻസ്മിഷന് വേണ്ടിയിട്ട്, സെൻഡ് ചെയ്യാനും റിസീവ് ചെയ്യാനും. അത് ഡാറ്റ ട്രാൻസ്മിഷൻ. ഈ ഒരു സെഷൻ ലെയർ ഡാറ്റ ട്രാൻസ്മിഷന് വേണ്ടിയിട്ടാണ്. അതായത് ഹാഫ് ഡ്യൂപ്ലെക്സ് ആണോ ഫുൾ ഡ്യൂപ്ലെക്സ് ആണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട്. ഹാഫ് ഡ്യൂപ്ലെക്സ് ആണോ
or full duplex. ഹാഫ് ഡ്യൂപ്ലെക്സ് എന്ന് പറയുമ്പോൾ അറ്റ് എ ടൈം ഒരു സൈഡിലേക്ക് മാത്രമേ ട്രാൻസ്മിഷൻ നടക്കുള്ളൂ. ഫുൾ ഡ്യൂപ്ലെക്സ് എന്ന് പറയുമ്പോൾ സെൻഡിങ് ആൻഡ് റിസീവിങ് ഒരേ സമയത്ത് നടക്കും. അതാണ് അതിൻ്റെ വ്യത്യാസം. പിന്നെ ട്രാൻസ്പോർട്ട് ലെയർ എന്തിനാ? അതായത് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന മെസ്സേജസ് കറക്റ്റ് ഓർഡറിലാണോ, ഡ്യൂപ്ലിക്കേഷൻ ഉണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, അതായത് ഡാറ്റ കംപ്ലീറ്റ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാനാണ് ട്രാൻസ്പോർട്ട് ലെയർ. ട്രാൻസ്പോർട്ട് എന്ന് പറയുമ്പോൾ എന്തിനാണ്? ട്രാൻസ്പോർട്ട് ലെയർ എന്തിനാണ്? ഓർഡർ കീപ്പ് ചെയ്യാൻ. ടു ചെക്ക് ഓർഡർ നോക്കാൻ, ടു ചെക്ക് ദി ഓർഡർ ഓഫ് ഡാറ്റ ട്രാൻസ്മിഷൻ്റെ ഓർഡർ നോക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ വേറെന്താ ചെയ്യുന്നത്? വേറെ മെയിനായിട്ട് ചെയ്യുന്നൊരു കാര്യം വേറെന്താ? ടു ചെക്ക് ദി ഓർഡർ ഓഫ് ഡാറ്റ ട്രാൻസ്മിഷൻ മാത്രമല്ല, വേറൊരു കാര്യം കൂടെ നോക്കുക. അതായത് കംപ്ലീറ്റ് ആയിട്ട് ഡാറ്റ ട്രാൻസ്ഫർ ആവുന്നുണ്ടോ, അതായത് കംപ്ലീറ്റ് ട്രാൻസ്മിഷൻ. ഇനി നെറ്റ്വർക്ക് ലെയർ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്ത് ട്രാക്ക് ചെയ്യാൻ? ഈ സിസ്റ്റം ഡിവൈസ് യൂസ് ചെയ്യുന്ന ആളുടെ അഡ്രസ്സ്. ടു ട്രാക്ക് അഡ്രസ്, അതായത് ട്രാക്കിംഗ് അഡ്രസ്, അതായത് ഡിവൈസ് സിസ്റ്റം യൂസ് ചെയ്യുന്ന എവിടെ ഇരുന്നിട്ടാണോ യൂസ് ചെയ്യുന്ന അവരുടെ അഡ്രസ്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, ലൊക്കേഷനൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നെറ്റ്വർക്ക് ലെയർ നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ ഡാറ്റ ലിങ്ക് ലെയർ എന്തിനാ? അത് എറർ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട്, എറർ ഫ്രീ ട്രാൻസ്മിഷന് വേണ്ടിയിട്ടാണ് ഡാറ്റ ലിങ്ക് ലെയർ. പിന്നെന്താ? ഫിസിക്കൽ ലെയർ യൂസറുമായിട്ട് ഡയറക്റ്റ്ലി കണക്റ്റഡ് ആയിരിക്കും. പിന്നെന്താ അവിടെ വരിക? അതായത് ടു ആക്ടിവേറ്റ് ആൻഡ് ഡീആക്ടിവേറ്റ് physical connection, to activate and deactivate physical connection. ഓക്കെ, ഇനി ലെയേഴ്സിനൊക്കെ പ്രോട്ടോകോൾസ് ഉണ്ട് ഇല്ലേ? ഈ ആപ്ലിക്കേഷൻ ലെയറിൻ്റെ പ്രോട്ടോകോൾസ് എന്തൊക്കെയാ? HTTP, FTP, ടെൽനെറ്റ്, അതുപോലെ കുറേ ഉണ്ട് കേട്ടോ. ടെൽനെറ്റ്, ഇത് മൂന്നും മെയിനായിട്ട് നോക്കുക, എക്സെട്ര. ഓക്കെ, ഇനി പ്രസൻറ്റേഷൻ ലെയറിനുണ്ടോ വല്ലതും? SSL എന്ന് പറയുന്നൊരു പ്രോട്ടോകോൾ ഇല്ലേ? അത് പ്രസൻറ്റേഷൻ ലെയറിനല്ലേ? അതെ, അതിൻ്റെ ഫുൾ ഫോം എന്താ? സെക്യൂർ സോക്കറ്റ് ലെയർ. ദെൻ അടുത്തത് സെഷൻ ലെയർ. സെഷൻ ലെയറിന് പ്രത്യേകിച്ച് പ്രോട്ടോകോൾസ് ഒന്നുമില്ല. പിന്നെ ഉള്ളത് ട്രാൻസ്പോർട്ട് ലെയർ ആണ്. അതിന് ഉള്ള പ്രോട്ടോകോളാണ്, അതിൽ യൂസ് ചെയ്യുന്ന പ്രോട്ടോകോളാണ് TCPയും UDPയും. TCP എന്ന് പറയുന്നത്
TCP എന്ന് പറയുന്നത് എന്താ? ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ. UDP എന്ന് പറയുന്നത് യൂസർ ഡാറ്റാഗ്രാം പ്രോട്ടോകോൾ. പിന്നെ നെറ്റ്വർക്കിൽ വരുന്ന പ്രോട്ടോകോൾ ആണ് എന്ത്? IP, ഇന്റർനെറ്റ് പ്രോട്ടോകോൾ. പിന്നെ ഡാറ്റ ലിങ്ക് ലെയർ എന്താ? ഡാറ്റ ലിങ്ക് ലെയർ പ്രോട്ടോകോൾസ് ഒന്നുമില്ല, പക്ഷെ ഡാറ്റ ലിങ്ക് ലെയറിൽ 2 സെക്ഷൻ ആണുള്ളത്. അതായത് ഡാറ്റ ലിങ്ക് ലെയറിൻ്റെ ഉള്ളിൽ വേറെ 2 ലെയേഴ്സ് ഉണ്ട്. ലോജിക് ലിങ്ക് കൺട്രോൾ ലെയറും മീഡിയ ആക്സസ് കൺട്രോൾ ലെയറും. ലോജിക്കൽ ലിങ്ക് കൺട്രോൾ ലെയറും മീഡിയ ആക്സസ് കൺട്രോൾ ലെയറും. ഓക്കെ, ഇനി ഇന്റർനെറ്റിൽ വരുന്ന സർവീസസ് ആണ്. ഫസ്റ്റ് വൺ വേൾഡ് വൈഡ് വെബ്. വേൾഡ് വൈഡ് വെബിനെ നമ്മൾ വേറൊരു പേര് പറയും, വെബ് എന്നും പറയും, ഷോർട്ട് ആക്കിയിട്ട് വെബ് എന്നും പറയും. അതെന്താ? വേൾഡ് വൈഡ് വെബ് എന്ന് പറയുന്നത് കളക്ഷൻ ഓഫ് വെബ്സൈറ്റ്സ് അല്ലെങ്കിൽ വെബ് പേജ് ആണ്. കളക്ഷൻ ഓഫ് വെബ്സൈറ്റ്സ് അല്ലെങ്കിൽ വെബ് പേജസിനെയാണ് എന്ത് പറയുന്നത്? വെബ് പേജസിൻ്റെ ഒരു കളക്ഷനാണ് വെബ്സൈറ്റ്സ്. അപ്പോൾ വെബ്സൈറ്റ്സിൻ്റെ ഒരു കളക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? അതാണ് വേൾഡ് വൈഡ് വെബ്. ഇതെവിടെയാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്? വെബ് പേജസ് അല്ലെങ്കിൽ വെബ്സൈറ്റ്സ് എവിടെയാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്? സെർവറിൽ. ഒരു ലോക്കൽ കമ്പ്യൂട്ടറുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. സോ നമുക്ക് എവിടെ, ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് ഇരുന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് ആക്സസ് ചെയ്യാൻ പറ്റും. ഇവിടെ ആ ഒരു ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ HTML യൂസ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതേപോലെ ഇതിനെ കണക്ട് ചെയ്തിരിക്കുന്നത്, അതായത് ഇതിൽ വെബ് പേജസിനെ കണക്ട് ചെയ്തിരിക്കുന്ന ഹൈപ്പർ ലിങ്ക് യൂസ് ചെയ്തിട്ടാണ്. ഇവിടെ യൂസ് ചെയ്യുന്ന പ്രോട്ടോകോൾ എന്ന് പറയുന്നത് HTTP ആണ്. ഇനി വേൾഡ് വൈഡ് വെബും ഇൻ്റർനെറ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഇമെയിൽ അല്ലെങ്കിൽ ഒരു ചാറ്റ് നമ്മൾ ആരെങ്കിലും ആയിട്ട് ഇൻ്റർനെറ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചാറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുന്നത് കമ്മ്യൂണിക്കേഷൻ, പരസ്പരം കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുന്നത് പരസ്പരം ചാറ്റ് ചെയ്യാൻ, മെയില് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സാധനം യൂസ് ചെയ്യുന്നത് ഇൻ്റർനെറ്റ് യൂസ് ചെയ്തിട്ട്. ഇനി വേൾഡ് വൈഡ് വെബ് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരു വെബ്സൈറ്റിൽ പോയിട്ട് ഇൻഫർമേഷൻസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വേൾഡ് വൈഡ് വെബ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി എന്താണ് വെബ്സൈറ്റ്സ്? വെബ്സൈറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? കളക്ഷൻ ഓഫ് വെബ് പേജസ്. ഓക്കെ, വെബ് പേജസിൻ്റെ ഒരു കളക്ഷനാണ് വെബ്സൈറ്റ്സ് എന്ന് പറയുന്നത്. ഇത് എവിടെ ഉണ്ടാവുക? ഇൻ്റർനെറ്റിലാണ് ഉണ്ടാവുക. വെബ്സൈറ്റ്സ് 2 തരത്തിലുണ്ട്. സ്റ്റാറ്റിക്കും ഉണ്ട്, ഡൈനാമിക്കും ഉണ്ട്. വെബ് പേജസ് ആണ്. സ്റ്റാറ്റിക് വെബ് പേജസും ഉണ്ട്, ഡൈനാമിക് വെബ് പേജസും ഉണ്ട്. സ്റ്റാറ്റിക് എന്ന് പറയുമ്പോൾ പേര് പോലെ തന്നെ സ്റ്റാറ്റിക് ആയിരിക്കും, നമുക്കൊരു മാറ്റവും വരുത്താൻ പറ്റില്ല. ഡൈനാമിക് എന്ന് പറയുമ്പോൾ എന്താ? നമുക്ക് മാറ്റങ്ങൾ വരുത്താനായിട്ട് പറ്റും, മോഡിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഇനി ഇൻ്റർനെറ്റിലൂടെയുള്ള കമ്മ്യൂണിക്കേഷനാണ് നോക്കുന്നത്. അതെന്താ? ഫസ്റ്റ് നമ്മൾ ഇമെയിൽ യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഇൻ്റർനെറ്റ് റിലേ ചാറ്റ്. ഇൻ്റർനെറ്റ് റിലേ ചാറ്റ് എന്ന് പറയുമ്പോൾ ഗ്രൂപ്പ് ചാറ്റിന് വേണ്ടിയിട്ടാണ്. IRC എന്ന് പറഞ്ഞാൽ ഇൻ്റർനെറ്റ് റിലേ ചാറ്റ്. അതെന്തിനാണ്? ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷന്, ഗ്രൂപ്പായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ വീഡിയോ കോൺഫറൻസ്, നമ്മൾ സൂം, ഗൂഗിൾ മീറ്റിലൊക്കെ ചെയ്യുന്നില്ല, അറ്റ്ലീസ്റ്റ് നമ്മുടെ വാട്സപ്പിൽ വീഡിയോ കോളൊക്കെ ചെയ്യുന്നില്ലേ, ഒന്നിൽ കൂടുതൽ ആൾക്കാരെ കണക്ട് ചെയ്യുന്നതാണ്. അതായത് ഒന്നല്ല, 2ൽ കൂടുതൽ ആൾക്കാരെ കണക്ട് ചെയ്യുമ്പോൾ അതെന്താ? വീഡിയോ കോൺഫറൻസ് ആയി. 2 പേര് മാത്രമാണെങ്കിൽ അതിന് വീഡിയോ കോൺഫറൻസ് പറയില്ല. 2ൽ കൂടുതൽ ആൾക്കാർ വരുമ്പോൾ രണ്ടോ അതിൽ കൂടുതൽ ആൾക്കാർ വരുമ്പോൾ അതെന്താ? വീഡിയോ കോൺഫറൻസ് ആയി. പിന്നെ ഉള്ളതാണ് ഇൻസ്റ്റൻറ്റ് മെസ്സേജിങ്. ഇൻസ്റ്റൻറ്റ് മെസ്സേജിങ് എന്ന് പറയുമ്പോൾ വാട്സപ്പ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇൻസ്റ്റൻറ്റ് മെസ്സേജിങ് ആപ്സ് തന്നെയാണ്. ചാറ്റ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ, അതായത് നമ്മൾ ഇൻ്റർനെറ്റ് യൂസ് ചെയ്തിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് എന്തൊക്കെ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നത് അതൊക്കെ ഇതിൽ പെടും. ഇനി പ്രിപ്പയറിങ് കമ്പ്യൂട്ടർ ഫോർ ഇൻ്റർനെറ്റ് ആക്സസ്. ഇൻ്റർനെറ്റ് ആക്സസ് ഇപ്പം നമ്മുടെ ഫോണിൽ ഇൻ്റർനെറ്റ് കണക്ഷൻ എങ്ങനെയാണ് എടുക്കുന്നത്? നമ്മുടെ ഫോണിൽ ഇൻ്റർനെറ്റ് കണക്ഷൻ എങ്ങനെ ഇൻ്റർനെറ്റ് കണക്ഷൻ ഇപ്പം നമ്മൾ പോയിട്ട് എന്ത് ചെയ്യും? ഫോണിൽ റീചാർജ് ചെയ്യും, നെറ്റ് കിട്ടും. അതുപോലെ സിസ്റ്റത്തിൽ പറയുമ്പോൾ ISP, ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ ഉണ്ട്. അവരിൽ നിന്നാണ് നമുക്ക് എന്ത് കിട്ടണേ? ഇൻ്റർനെറ്റ് കിട്ടുന്നത്. അതായത് ISP. ഓക്കെ, ഇതിൽ 2 ടൈപ്പ് കണക്ഷൻ ഉണ്ട്. ഇൻസ്റ്റൻറ്റ് കണക്ഷൻ ഉണ്ട്, ഫുൾ ടൈം കണക്ഷൻ ഉണ്ട്. ഇൻസ്റ്റൻറ്റ് കണക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴാണോ കണക്ഷൻ വേണ്ടത് അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഡയലപ്പ് ചെയ്തിട്ട് കണക്ഷൻ കൊടുക്കും. ആ ഒരു സെഷൻ ഇത്ര മിനിറ്റ് എന്നുണ്ടാവും. ഇപ്പോൾ അരമണിക്കൂറാണെങ്കിൽ കറക്റ്റ് ആ ഒരു 30 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താവും? ഓട്ടോമാറ്റിക്കലി ആ ഒരു സെഷൻ പോകും. ഇനി ഫുൾ ടൈം കണക്ഷൻ എന്ന് പറയുമ്പോൾ എന്താ? പ്രത്യേക ടൈമൊന്നുമില്ല, ഫുള്ളായിട്ടുണ്ടാവും. ഇനി എക്സാമ്പിളാണ് ബ്രോഡ്ബാൻഡ് കണക്ഷൻ, ഡയലപ്പ് കണക്ഷൻ, വൈഫൈ, ഇതൊക്കെ.
ബ്രോഡ്ബാൻഡ് എന്ന് പറയുമ്പോൾ ഹൈ സ്പീഡ് കണക്ഷൻസ് ആണ്. എന്താ നോട്ട്സ്, അതായത് നമ്മുടെ കമ്പ്യൂട്ടേഴ്സിന് യൂസ് ചെയ്യും. ഫൈബർ ഒപ്റ്റിക്സ്, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ്, നോട്ട്സ് ഉണ്ടാവും, കമ്മ്യൂണിക്കേഷൻ ലിങ്ക്സ് ഉണ്ടാവും എന്ന് പറഞ്ഞു. ഇവിടെ കമ്മ്യൂണിക്കേഷൻ ലിങ്ക്സ് ആയിട്ട് വരുന്ന ഫൈബർ ഒപ്റ്റിക്സ്, ട്വിസ്റ്റഡ് പെയർ കേബിൾസ്, കൊയാക്സിയൽ കേബിൾസ് ഒക്കെയാണ്. പിന്നെ നോട്ട്സ് എന്ന് പറയുന്നത് നമ്മുടെ നോർമൽ ഡിവൈസ്, സിസ്റ്റം, ലാപ്ടോപ്പ് ആയിക്കോട്ടെ, കമ്പ്യൂട്ടർ ആയിക്കോട്ടെ, ഫോൺ ആയിക്കോട്ടെ, അതിനെയാണ് നമ്മൾ നോട്ട്സ് എന്ന് പറയുന്നത്. ഇനി ഡയലപ്പ് എന്ന് പറയുമ്പോൾ എന്താ, അതായത് ഒരു മോഡം യൂസ് ചെയ്യും. അതായത് ഇപ്പോൾ ഒരു ടെലിഫോൺ നമ്പർ നമ്മൾ ഡയൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പം ഏത് ISP ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ നമുക്കൊരു ടെലിഫോൺ നമ്പർ തന്നിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു നമ്പർ നമ്മൾ ഡയൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, കണക്ഷൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ ISP പ്രൊവൈഡർ ആ ഒരു സെർവറുമായിട്ട് നമ്മുടെ കണക്ഷൻ എനാബിൾ ആവും, കണക്ഷൻ കിട്ടും. അപ്പോൾ നമുക്ക് നെറ്റ് കിട്ടും. പക്ഷെ ഇതൊരു ടെമ്പററി കണക്ഷനാണ്. ആ ഒരു ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി ക്ലോസ് ആയിപ്പോവും. പിന്നെ വൈഫൈ എന്ന് പറയുമ്പോൾ വയറും കാര്യങ്ങളൊന്നുമില്ല. അതിന് പറയുന്ന ഫുൾ ഫോം ആണ് വയർലെസ് ഫിഡിലിറ്റി. അവിടെ റേഡിയോ വേവ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അതായത് ഒരു 100 മീറ്റർ റേഞ്ച്, ആ ഒരു പർട്ടിക്കുലർ ഏരിയയിലുള്ള ആ ഒരു റേഞ്ച് ഉണ്ട്, ആ റേഞ്ചിനുള്ളിൽ ഇരുന്ന് മാത്രമേ നമുക്ക് വൈഫൈ ആക്സസ് ചെയ്യാൻ പറ്റൂ. ഇനി ഇന്റർനെറ്റ് ആക്സസ് ടെക്നിക്സ്, ഇതിൽ ഡയലപ്പ് കണക്ഷൻ ഞാനിപ്പോൾ പറഞ്ഞേ ഉള്ളൂ, ബ്രോഡ്ബാൻഡ് പറഞ്ഞു. ഇനി വരുന്നതാണ് ISDN. ISDN എന്ന് പറയുന്നത് ഇൻ്റഗ്രേറ്റഡ് സർവീസ് ഡിജിറ്റൽ നെറ്റ്വർക്ക്. ISDN എന്ന് പറയുന്നത് ഇൻ്റഗ്രേറ്റഡ് സർവീസ് ഡിജിറ്റൽ നെറ്റ്വർക്ക്. അപ്പോൾ എ ഡിജിറ്റൽ സർവീസ് ദാറ്റ് സൈമിൾട്ടേനിയസ്ലി ട്രാൻസ്മിറ്റ്സ് വോയിസ് ആൻഡ് ഡാറ്റ ആൻഡ് കൺട്രോൾ സിഗ്നൽസ് ഓവർ എ സിംഗിൾ ടെലിഫോൺ ലൈൻ. അതായത് ഒരു ടെലിഫോൺ ലൈൻ അല്ലെങ്കിൽ കേബിൾ എന്തായിക്കോട്ടെ, അതിലൂടെ ഡാറ്റ ട്രാൻസ്മിഷൻ നടത്തുന്നതിനെയാണ് കണ്ടിന്യൂസ് ആയിട്ട്, സൈമിൾട്ടേനിയസ്ലി എന്ന് പറയുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഡാറ്റ, വോയിസ് ആയിക്കോട്ടെ, ഡാറ്റ ആയിക്കോട്ടെ, എന്തെങ്കിലും സിഗ്നൽ ആയിക്കോട്ടെ, അത് പാസ് ചെയ്ത് കണ്ടിന്യൂസ് ആയിട്ട് ഫ്ലോ ആയിക്കൊണ്ടിരിക്കുന്നതിനെയാണ് നമ്മൾ ISDN എന്ന് പറയുന്നത്. അതായത് ഒരു സ്പെഷ്യൽ മോഡം, അതേപോലെ ഫോൺ സർവീസും വേണം. ഈ ഡാറ്റ ട്രാൻസ്ഫർ റേറ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ സ്പീഡാണ് കൊടുത്തേക്കുന്നത്. ഇതിനടുത്തത് DSL എന്ന് പറയുമ്പോൾ ഡിജിറ്റൽ സബ്സ്ക്രൈബർ ലൈൻ. ഇതും ISDN പോലെ തന്നെയാണ്, അതിൻ്റെ കുറച്ചുകൂടി ഒരു അഡ്വാൻസ്ഡ് വേർഷനാണ്. ദെൻ കേബിൾ മോഡം സർവീസ് എന്ന് പറയുമ്പോൾ ഇവിടെ എന്താ, ഒരു സ്പെഷ്യലി കേബിൾ മോഡം യൂസ് ചെയ്യും. കൊയാക്സിയൽ കേബിളിലൂടെയാണ് മെയിനായിട്ട് ഡാറ്റ ട്രാൻസ്മിഷൻ നടക്കുന്നത്. മറ്റേതിനേക്കാളും, ഇപ്പോൾ പറഞ്ഞ രണ്ടെണ്ണത്തിനേക്കാളും 100 ടൈംസ് 100 ഇരട്ടി സ്പീഡ് കൂടുതലാണ്. ദെൻ വയർലെസ് വാൻ എന്ന് പറയുമ്പോൾ എന്താ, വൈഫൈ പോലെ തന്നെയാണ്. റേഡിയോ സിഗ്നൽസ് യൂസ് ചെയ്തിട്ടാണ് ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്, അതായത് സാറ്റലൈറ്റ്സ് വഴി. പിന്നെ കവറേജ് ഏരിയ, അപ്പം നമ്മൾ പറഞ്ഞു വൈഫൈ എന്ന് പറയുമ്പോൾ ഒരു 100 മീറ്റർ റേഞ്ചിലേ ഉണ്ടാവുള്ളൂ. പക്ഷെ ഇതെന്ന് പറയുന്നത് 100 മീറ്റർ റേഞ്ച് ഒന്നുമല്ല, കവറേജ് ഏരിയ മൈൽസ് കണക്കിനുണ്ടാവും. സ്പീഡ് 100 Mbps ആണ്. അതായത് MBPS എന്ന് പറയുമ്പോൾ മെഗാബൈറ്റ് പെർ സെക്കൻഡ്. ഓക്കെ. ദെൻ സാറ്റലൈറ്റ് സർവീസസ് എന്ന് പറയുമ്പോൾ എന്താ, ടു-വേ കമ്മ്യൂണിക്കേഷൻ ആണ്. യൂസറും ഇൻ്റർനെറ്റുമായിട്ട് എന്താ ഫുൾ ടൈം കണക്ഷൻ പ്രൊവൈഡ് ചെയ്യും. മെയിനായിട്ട് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ യൂസ് ചെയ്യുന്നത് ഈ ആർമിയിലുള്ളവർ, ബിസിനസ്സിലുള്ളവരൊക്കെയാണ്. ഇപ്പം ആർമിയിലുള്ളവർ വല്ല നെറ്റ്വർക്ക് കവറേജ് ഇല്ലാത്ത ഏരിയയിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ നോർമൽ ഫോൺ എന്ത് ചെയ്യില്ല, വർക്ക് ചെയ്യില്ല. പക്ഷെ ആ ഒരു സാറ്റലൈറ്റ് ഫോൺ വർക്കാവും. ഇവിടെ യൂസ് ചെയ്യുന്ന 2 സാധനമാണ് ട്രാൻസീവറും മോഡവും. ട്രാൻസീവർ എന്ന് പറയുമ്പോൾ ഒരു സാറ്റലൈറ്റ് ഡിഷാണ്, അത് നമ്മുടെ പുറത്തായിരിക്കും വെച്ചിട്ടുണ്ടാവുക. പിന്നെ മോഡം എന്ന് പറയുന്നത് എന്താ, ആ ഒരു ഡിഷുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും. അത് അതായത് ആ ഒരു ഡിഷുമായിട്ടും നമ്മുടെ കമ്പ്യൂട്ടറുമായിട്ടും കണക്ട് ആയിട്ടുണ്ടാവും. നമ്മുടെ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ വേറെ എന്താണോ ഡിവൈസ് അതുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും. ദെൻ വെബ് ബ്രൗസിംഗ് സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോൾ സ്പെഷ്യൽ സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ പ്രോഗ്രാം ആണ്. അതായത് നമുക്ക് അതായത് ഗൂഗിൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് വെബ് ബ്രൗസർ എന്ന് പറയുന്നത്. നമുക്കൊരു സാധനം സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ലോഞ്ചിങ് ഒരു വെബ് ബ്രൗസർ എങ്ങനെയാണ് ലോഞ്ച് ചെയ്യുന്നതെന്നാണ്. നോർമൽ നമ്മുടെ ഗൂഗിൾ ക്രോം അങ്ങനെയുള്ള സാധനത്തിലേക്ക് പോവുക. അതല്ലെങ്കിൽ സിസ്റ്റത്തിലാണെങ്കിൽ സ്റ്റാർട്ട് മെനുവിൽ പോയിട്ട് ആ മെനുവിൽ നിന്ന് നമുക്ക് ഏതാണോ ബ്രൗസർ വേണ്ട ആ ബ്രൗസറിൻ്റെ പേര് അങ്ങോട്ട് അടിച്ചു കൊടുക്കുക, സാധനം വരും. അതല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഷോർട്ട് കട്ട് ഐക്കൺ ടാസ്ക് ബാറിൽ ഉണ്ടാവും, അതങ്ങോട്ട് ഓപ്പൺ ചെയ്യാം. ഇനി പോപ്പുലർ വെബ് ബ്രൗസിംഗ് സോഫ്റ്റ്വെയർ ആണ് നോക്കുന്നത് ഗൂഗിൾ ക്രോം ഏത് വർഷത്തിൽ വന്നത്, 2008. ഫസ്റ്റ് വിൻഡോസിന് മാത്രമായിരുന്നു, പിന്നെ ബാക്കിയുള്ളതിലൊക്കെ വന്നു. ഇവിടെ യൂസ് ചെയ്യുന്ന പ്രോഗ്രാംസ് ആണ് C++, അസംബ്ലി, പൈത്തൺ ആൻഡ് ജാവാസ്ക്രിപ്റ്റ്.
ദെൻ മൊസില്ല ഫയർഫോക്സ്, ഇത് 2002 വന്നിരിക്കുന്നത്. എല്ലാ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലും വർക്കാവും. ഇവിടെ യൂസ് ചെയ്യുന്ന ലാംഗ്വേജസ് ആണ് C++, ജാവാസ്ക്രിപ്റ്റ്, റസ്റ്റ്, CSS, XUL ആൻഡ് XBL. ഒപ്പേര 1995 വന്നത്. ഇവിടെ C++ ആണ് യൂസ് ചെയ്യുന്നത്. ഇന്റർനെറ്റ് എക്സ്പ്ലോറർ അതും 1995 C++ മാത്രമാണ് യൂസ് ചെയ്യുന്നത്. കൊണ്ടുവന്നത് മൈക്രോസോഫ്റ്റ് ആണ്. ദെൻ മൈക്രോസോഫ്റ്റ് എഡ്ജ്. ഓക്കെ, കോൺഫിഗറിങ് വെബ് ബ്രൗസർ. അതിൽ വരുന്നതാണ് ഫസ്റ്റ് മൈക്രോസോഫ്റ്റ് എഡ്ജ് ഓപ്പൺ ചെയ്യുക, സെറ്റിങ്സിൽ പോവുക, സെറ്റിങ്സ് ആൻഡ് മോർ മെനു അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടാവും. അവിടെ പോയിട്ട് നമുക്ക് വേണ്ട ചേഞ്ചസ് അങ്ങോട്ട് വരുത്തുക. ജനറൽ സെറ്റിങ്സ് ഉണ്ട്, അക്കൗണ്ട് സെറ്റിങ്സ് ഉണ്ട്, അഡ്വാൻസ്ഡ് സെറ്റിങ്സ് ഉണ്ട്. നമുക്ക് ഏത് സെറ്റിംഗ് എന്താണോ ചേഞ്ച് ചെയ്യേണ്ടത് അത് നമുക്ക് അവിടെ പോയിട്ട് ചേഞ്ച് ചെയ്യാം. ഗൂഗിളിലാണെങ്കിലും ആ ഒരു റൈറ്റ് മോസ്റ്റ് ടോപ്പ് കോർണറിൽ ഇങ്ങനെ ഈ ഒരു മുക്കിലായിട്ട് ഒരു 3 കുത്തുണ്ടാവും. അവിടെ പോയി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ സെറ്റിങ്സ് മാറ്റാനായിട്ട് പറ്റും. ഇനി സെർച്ച് എഞ്ചിൻസ് ആണ് നോക്കുന്നത്. സെർച്ച് എഞ്ചിൻ, ഗൂഗിൾ ഒരു സെർച്ച് എഞ്ചിനാണ്. 1997 വന്നിരിക്കുന്നത്. കണ്ടുപിടിച്ചത് ലാരി പേജും സെർഗേ ബ്രിനും. ഇത് എഴുതിയിരിക്കുന്നത് C++, പൈത്തൺ ഒക്കെ യൂസ് ചെയ്തിട്ടാണ്. പ്രൊവൈഡ്സ് വെതർ ഫോർകാസ്റ്റ്, സ്പോർട്സ് സ്കോർ അങ്ങനെയുള്ള, അതായത് വെതർ ഫോർകാസ്റ്റ് എന്ന് പറയുന്നത് കാലാവസ്ഥ നിരീക്ഷണം, പിന്നെ സ്പോർട്സിൻ്റെ സ്കോർ അറിയാൻ വേണ്ടി, ടെമ്പറേച്ചർ, ട്രാൻസ്ലേഷൻ അങ്ങനെയുള്ള പല കാര്യങ്ങളും ഈ ഒരു സെർച്ച് എഞ്ചിനിൽ പറ്റും. അടുത്തതാണ് ബിങ്. അത് 2009 വന്നതാണ്. അവിടെ യൂസ് ചെയ്യുന്നത് ASP.NET ആണ്. എന്തിനു സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്, വെബ് കണ്ടന്റ്, വീഡിയോ, ഇമേജസ്, മാപ്സ് അങ്ങനെയുള്ള സാധനങ്ങൾ സെർച്ച് ചെയ്യാൻ വേണ്ടി. പിന്നെ യാഹു, അത് 1995 വന്നിരിക്കുന്നത്. അതായത് അതൊരു മൾട്ടി ലിംഗ്വൽ സെർച്ച് എഞ്ചിനാണ്. മൾട്ടി ലിംഗ്വൽ സെർച്ച് എഞ്ചിൻ എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് ലാംഗ്വേജസിൽ. അപ്പോൾ വന്ന സമയത്ത് ഇതൊക്കെ ബാക്കിയുള്ളതിലൊക്കെ ഇംഗ്ലീഷിൽ മാത്രമേ സെർച്ച് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ഇതിൽ മലയാളത്തിൽ നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റും. ഏതാണോ ലാംഗ്വേജ്, ആ ഒരു ലാംഗ്വേജ് പലതരം ഭാഷകളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെർച്ച് ചെയ്യാൻ പറ്റും. പിന്നെ കാണുന്ന ആസ്ക്, അത് 1996 വന്നിരിക്കുന്നത്. ഈ ബിസിനസ്സിന് വേണ്ടിയിട്ട്. ഓക്കെ, അടുത്തത് AOL, അമേരിക്ക ഓൺലൈൻ. ഇത് 1993 വന്നത്. ഇതിന് ആദ്യം പറഞ്ഞത് കൺട്രോൾ വീഡിയോ, ആദ്യം ഇതിൻ്റെ പേര് കൺട്രോൾ വീഡിയോ കോർപ്പറേഷൻ ആയിരുന്നു. അതിനെ മാറ്റിയിട്ട് അമേരിക്ക ഓൺലൈൻ ആക്കി. ഓക്കെ, ഇനി ഡിഫറൻസ് ബിറ്റ്വീൻ സെർച്ച് എഞ്ചിൻ ആൻഡ് വെബ് ബ്രൗസർ. വെബ് ബ്രൗസർ. അപ്പോൾ എന്താണ് സെർച്ച് എഞ്ചിൻ? സെർച്ച് എഞ്ചിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, അതൊരു ടൈപ്പ് ഓഫ് വെബ്സൈറ്റ് ആണ്. അതായത് നമുക്ക് ഡാറ്റാസ് ഫൈൻഡ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. കംപ്ലീറ്റ് ആയിട്ട് ബ്രൗസറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് സെർച്ച് എഞ്ചിൻ ഉള്ളത്. ഈ ഒരു സെർച്ച് എഞ്ചിൻ്റെ 3 ഫണ്ടമെൻ്റൽ കമ്പോണൻസ് ആണ് സെർച്ച് ഇൻഡെക്സർ, ക്രൗളർ, ഡാറ്റാബേസ്. ഓക്കെ, ഇനി സിസ്റ്റത്തിൽ ഇത് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ പലതരം ഡാറ്റാസിനെ കുറിച്ച് അതന്നെ കളക്ട് ചെയ്ത് പ്രിസർവ് ചെയ്ത് വെക്കും. അതിന് എക്സാമ്പിളാണ് ഗൂഗിൾ, യാഹു, ബിങ്, ഡക്ക്. ഇനി വെബ് ബ്രൗസർ എന്ന് പറയുമ്പോൾ എ ടൈപ്പ് ഓഫ് സോഫ്റ്റ്വെയർ വിച്ച് ഇസ് യൂസ്ഡ് ടു ആക്സസ് ഇൻഫർമേഷൻ ഫ്രം വെബ് പേജസ്. അതൊരു ടൈപ്പ് ഓഫ് സോഫ്റ്റ്വെയർ ആണ്. വെബ് പേജസ് അല്ലെങ്കിൽ HTML ഫയൽസിൽ നിന്ന് ഇൻഫർമേഷൻസ് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സോഫ്റ്റ്വെയർ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് സെർച്ച് എഞ്ചിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടൊന്നും അല്ല ഇരിക്കുന്നത്. പിന്നെ ഇവിടെ ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് ആണുള്ളത്. അതായത് ഇൻ്റർനെറ്റുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ വേണ്ടി ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് ആണുള്ളത്. പിന്നെ മോസ്റ്റ് ഓഫ് ദി വെബ് ബ്രൗസർ, ഇപ്പം ഞാൻ പറഞ്ഞു സെർച്ച് എഞ്ചിൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല, പക്ഷെ വെബ് ബ്രൗസർ ഇൻസ്റ്റാൾ ചെയ്യണം. പിന്നെ എന്തിനാണ് ഇത് മെയിനായിട്ട് ഈ വെബ് ബ്രൗസർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ വെബ്സൈറ്റ്സിനെ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി. അതാണ് ഗൂഗിൾ ക്രോം, മൊസില്ല ഫയർഫോക്സ് എക്സെട്ര. ഓക്കെ, കഴിഞ്ഞു കേട്ടോ ഈ മൊഡ്യൂള്. അടുത്ത മൊഡ്യൂൾ ഞാൻ ഇന്ന് തന്നെ ഇടാൻ നോക്കാം.